ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ സേഫ്വാൽ വാലറ്റിൽ നമ്മുടെ ടോക്കൺ ഫാമിങ്ങിൽ ഡെയിലി വരുന്ന റിവാർഡ് നമുക്ക് ഇപ്പോൾ ഒരു 100 PVC മെറ്റ വിഡ്രോ ചെയ്ത് കണക്റ്റഡ് വാലറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ സിസ്റ്റം നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ റിവാർഡ് അവിടെ നിന്ന് 100 PVC മെറ്റ നമ്മുടെ കണക്റ്റഡ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സേഫ്വാൽ വാലറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സേഫ്വാൽ വാലറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഹോം പേജ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് കോയിനുകളും കാര്യങ്ങളുണ്ട്. അത് മാറിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള BNB നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നത് മാത്രമേ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഓൾ എന്നുള്ള ഭാഗത്ത് ഇവിടെ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ BNB സ്മാർട്ട് ചെയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ BNBയിൽ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് പോകണം, ടോക്കൺ ഫാമിങ്ങിൻ്റെ പേജിലേക്ക് പോകണം. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ആവശ്യമുള്ള BNB ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, PVC മെറ്റ എത്ര എണ്ണം ഉണ്ടെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മളവിടെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ വാലറ്റ് വന്ന സമയത്ത് നമുക്കത് എത്ര PVC മെറ്റ ഇവിടെ വന്നെന്നുള്ളത് ഒന്ന് കണക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് PVC മെറ്റ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മളിവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് 5 ഓപ്ഷൻ കാണാം: വാലറ്റ്, മാർക്കറ്റ്, എക്സ്പ്ലോർ, സ്വാപ്പ് ആൻഡ് ഏൺ എന്നുള്ളത് കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ സെൻട്രലിലുള്ള എക്സ്പ്ലോർ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ചെയ്യാനുള്ളൊരു ബാർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ആ സെർച്ച് ബാറിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക www.tokenfarming.io. ഓക്കെ, നമ്മളിവിടെ ഏറ്റവും മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് tokenfarming.io എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് കിടക്കുന്നത് മിക്കവാറും എല്ലാവരെയും എത്തേറിയത്തിൽ നെറ്റ്വർക്കായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് BNB സ്മാർട്ട് ചെയിനിലേക്ക് ആക്കി കൊടുക്കുക. ആ BNB സ്മാർട്ട് ചെയിനിൻ്റെ ഫ്രണ്ടിലായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ BNBയിലേക്ക് നെറ്റ്വർക്ക് മാറുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേജിൻ്റെ അകത്തേക്ക്, ടോക്കൺ ഫാമിങ്ങിൻ്റെ പേജിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് എൻ്റർ ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടോക്കൺ ഫാമിങ്ങിൻ്റെ ഹോം പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ആരൊക്കെ പിൻ നമ്പർ അടിച്ചു കൊടുക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ സബ്മിറ്റ് എന്നുള്ളത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇതുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ താഴെ കണ്ടിന്യൂ എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പോകുന്ന പോലെ തന്നെ നമ്മൾ റിവാർഡ് സ്റ്റാറ്റസിലേക്കാണ് പോകേണ്ടത്. അവിടെ അതിന് പോകാനായിട്ട് ഇവിടെ ഏറ്റവും താഴെ നമുക്ക് റിവാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ റിവാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഈ മെനു ബാർ കിടക്കുന്നതിൻ്റെ അകത്ത്, ഈ മെനു ബാർ കിടക്കുന്നതിനകത്ത് ക്ലിക്ക് ചെയ്താലും നമുക്കവിടെ റിവാർഡ് സ്റ്റാറ്റസിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ അവിടെ ഏറ്റവും താഴെയുള്ള റിവാർഡ് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ റെഡീം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഈ റൗണ്ടിൻ്റെ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ റിവാർഡ് പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ വന്നിരിക്കുന്ന റിവാർഡ് ഇപ്പോൾ 311 USDT ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് $311 ഇവിടെ കാണിക്കുന്നത്. നമ്മൾ അതിന് ശേഷം നമ്മൾ റെഡീം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ തൊട്ട് താഴെ തന്നെ കാണുന്ന റെഡീമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്, ചൂസ് റെഡീം ഓപ്ഷൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ് എന്ന് വരുന്നുണ്ട്. അത് നമ്മുടെ ഈ റിവാർഡ് വെച്ചിട്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സെൽഫ് IDയിലോ അതല്ലെങ്കിൽ വേറെ ആളുകൾ P2P വഴി വേറെ ആളുകളുടെ യൂസർ ID വെച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് ഫാമിംഗ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് വിഡ്രോവലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷനാണ് ടു ഗെറ്റ് PVC മെറ്റ ടോക്കൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്കത് വന്നിട്ടുണ്ട്. അതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഇവിടെ കണ്ടിന്യൂ വന്നതിന് ശേഷം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുമ്പെല്ലാം വിഡ്രോവൽ കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ USDT ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. 5 USDT അല്ലെങ്കിൽ 10 USDT എന്നുള്ള രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് PVC മെറ്റ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 100 PVC മെറ്റ ആണ് നമുക്കിപ്പോൾ വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മളവിടെ 100 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് കീബോർഡ് വരും. അപ്പോൾ നമ്മളവിടെ 100 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളവിടെ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ 6 അക്ക പിൻ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഗ്യാസ് ഫീസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, താഴെ 4 ഓപ്ഷൻ ഇവിടെ കാണാം. നെറ്റ്വർക്ക് ഫീസിൻ്റെ 4 റേഞ്ച് ഇവിടെ കാണാം. ലോ, മിഡിൽ, ഹൈ ആൻഡ് കസ്റ്റം എന്നുള്ളത് കാണാം. അതിനകത്ത് ഇപ്പോൾ സിസ്റ്റം ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് മിഡിലാണ് വന്നിരിക്കുന്നത്. അത് ഏകദേശം 5 രൂപയുടെ അടുത്താണ് ഇവിടെ നമുക്ക് അതിൻ്റെ ഗ്യാസ് ഫീസായിട്ട് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് മുകളിൽ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് അത് തന്നെയല്ലേ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാനുള്ള മുകളിൽ കാണിക്കുന്നുണ്ട്. മൈ വാലറ്റ് എന്ന് കിടക്കണതിൻ്റെ അവിടെ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൻ്റെ അവസാനത്തെ അക്ക നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൺഫേം എന്നുള്ളത് കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കേണ്ട വച്ചിട്ടുള്ള ആളുകൾ ഫിംഗർ കൊടുക്കുക. അതല്ല അതിൻ്റെ പിൻ നമ്പറാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ്പാൽ വാലറ്റിൻ്റെ പിൻ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും സ്ക്രീൻ റീഫ്രഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മുടെ വിഡ്രോവൽ സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ $1 നമുക്കിവിടുന്ന് കട്ടായിരിക്കുന്നത്. അതായത് നമ്മൾ 100 PVC മെറ്റയാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇവിടെ നമുക്കിവിടെ കാണിക്കുന്നത്, ഈ കട്ടായിരിക്കുന്നത് കാണിക്കുന്നത് USDTയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്ത 100 PVC മെറ്റയുടെ വാല്യൂ ആണ് ഈ കാണിക്കുന്നത് $1, $1.03 ഇവിടെ കാണിക്കുന്നത്. അത് ചില സമയത്ത് PVC മെറ്റയുടെ വില വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് അവിടെ കാണിക്കുന്ന എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് 100 PVC മെറ്റക്ക് $1 0.3 ആണ് അവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും നമ്മൾ 100 PVC മെറ്റ വിഡ്രോവൽ കൊടുത്തിട്ട് ഇവിടെ എന്താ 1 കാണിക്കുക എന്നുള്ള ചിന്ത വരും പെട്ടെന്ന്. കാരണം USDT ആരും ശ്രദ്ധിക്കില്ല, ആ റെഡ് കളറിലുള്ള 1 മാത്രം ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇവിടെ ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. നമ്മൾ കൊടുത്തത് 100 PVC മെറ്റ ആണെങ്കിലും ഇവിടെ കട്ടായത് കാണിക്കുന്നത് $1 ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കിവിടെ ഇപ്പോൾ ഈ ടോക്കൺ ഇത് കട്ടായതിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് ഡെയിലി വരുന്ന റിവാർഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കംപ്ലീറ്റ് കാണാമായിരുന്നു. ഇന്ന് സിസ്റ്റം അത് ഇവിടുന്ന് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഹിസ്റ്ററി കംപ്ലീറ്റ് ക്ലിയർ ആക്കിയേക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇന്നിപ്പോൾ ഈ ചെയ്യുന്ന ഇവിടെ മുതലുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് ഇവിടെ കാണാതാവുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം മുമ്പ് ഇതുപോലെ സിസ്റ്റം നമുക്ക് നമ്മുടെ ഇതുപോലുള്ള ഹിസ്റ്ററികളെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്നും നമ്മുടെ ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ആയിരിക്കും നമ്മളിപ്പോൾ വിഡ്രോവൽ കൊടുത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്ന് നമുക്ക് ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, അത് സിസ്റ്റം ഹിസ്റ്ററി ക്ലിയർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞാൽ ലോഗൗട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ലോഗൗട്ട് ചെയ്ത് പുറത്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ ഈ വീഡിയോ ഇവിടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് PVC മെറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പാർട്ട്നേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് PVC മെറ്റയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനകത്ത് വരുന്ന വീഡിയോസ് കാണുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള വിജയത്തിന് അത് ഒരുപാട് ഉപകാരപ്രദമാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ഇതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.